ഹായ്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സ്കൂളിലൊരു വർക്ക്ഷോപ്പ് എടുത്തിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് കുട്ടികളിലെ സൂയിസൈഡൽ ടെൻഡൻസി. കുട്ടികളുടെ മാത്രമല്ല, ഈവൻ അഡൽട്ട്സിൽ പോലും അല്ലെങ്കിൽ വലിയവരിൽ പോലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂയിസൈഡൽ ടെൻഡൻസി, അല്ലേ? പ്രശ്നങ്ങളാണ് ആളുകളെ സൂയിസൈഡിലേക്ക് നയിക്കുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും കരുതുക. പക്ഷേ ആണോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസണായിട്ട് ഞാൻ കാണുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ലവ് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ, നമ്മുടെ പേരൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി തന്നെയും ആവാം. അപ്പോൾ എവിടെന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരിടത്തു നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള അംഗീകാരം അല്ലെങ്കിൽ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ. എന്തുകൊണ്ടാണ് ആ തോന്നൽ വരുന്നത്? സക്സസിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യം, അത് ഒരു പക്ഷേ പരീക്ഷ ജയിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ സക്സസ് ആവുന്നതോ റിലേഷൻഷിപ്പിൽ സക്സസ് ആവുന്നതോ ഒക്കെ ആവാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഫെയിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കില്ല അല്ലെങ്കിൽ തിരിച്ച് സ്നേഹിക്കില്ല എന്നുള്ളത്. അതൊരു ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയും അവിടുന്ന് നമ്മൾ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് വാലിഡേഷൻ. അതായത് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി ആളുടെ മനസ്സിലൂടെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കടന്നു പോകും. അത് ഒരു പക്ഷേ സങ്കടമാവാം, ദേഷ്യമാവാം, നിസ്സഹായാവസ്ഥയാവാം, നിരാശയാവാം, അങ്ങനെ എന്തുമാവാം. അപ്പോൾ അത് മറ്റുള്ളവരോട് ഒരു പക്ഷേ ആ വ്യക്തി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. ആ ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തതും ഒരു ദുരവസ്ഥയാണ്. അതുപോലെ തന്നെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും ആ ഷെയർ ചെയ്യുന്ന ആളുകൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെയും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. അത് വളരെ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്നുള്ളൊരു ചോദ്യമാവാം. അല്ലെങ്കിൽ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാവാം. സോ നമ്മളോട് ഒരാളൊരു പ്രശ്നം വന്ന് പറയുമ്പം നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ തിരിച്ച് കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായും നമ്മളുടെ സപ്പോർട്ട് അവിടെ ഫീൽ ചെയ്യില്ല. നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷേ ആ വ്യക്തിക്ക് അത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ തോന്നുകയും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ എഗെയിൻ തോന്നും, അപ്പോൾ എനിക്ക് ഈ തോന്നുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വിഷമം വാലിഡ് അല്ല, അത് ശരിയല്ല, അപ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളൊരു തോന്നലിലോട്ടും അത് നയിക്കുകയും എഗെയിൻ അത് സൂയിസൈഡിലേക്ക് നയിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് സൊല്യൂഷൻ ഇല്ല എന്നുള്ളൊരു തോന്നൽ. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കും, മീൻസ് വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും വിചാരിക്കും, ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്നെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ. അതും നമുക്ക് വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കും. അതുപോലെ തന്നെ പലരും ഇതുകൊണ്ട് തന്നെ വിചാരിക്കുന്നത് പ്രശ്നങ്ങളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നതോ ആണ് ഒരു സൊല്യൂഷൻ എന്നത്. പക്ഷേ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തില്ല, അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ തോന്നും നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് വളരെ ഈസിയാണ്, അവർ വളരെ ലക്കിയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് അവരെ അടുത്തറിയാത്തത് കൊണ്ട് മാത്രം തോന്നുന്നതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളും ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന ആളും, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ച ആളും ഇഷ്ടപ്പെടാത്ത ആളെ കല്യാണം കഴിച്ച ആളും, എല്ലാവരുടെയും ലൈഫിൽ ചലഞ്ചസ് ഉണ്ട്. സോ ചലഞ്ചുകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രോബ്ലംസിനെ ഒഴിവാക്കുക എന്നുള്ളതല്ല അതിനുള്ള വഴി. ഇൻസ്റ്റെഡ് എന്ത് പ്രോബ്ലം വന്നാലും എന്ത് ചലഞ്ച് വന്നാലും ഞാൻ ഇതിനെ ഫേസ് ചെയ്യും, ഞാനിതിനെ സോൾവ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആളുകളിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. നാലാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നമുക്ക് സ്റ്റിൽ താങ്ക്ഫുൾ ആവാൻ, സ്റ്റിൽ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതൊരു പക്ഷേ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണമാവാം, കൊടുക്കാനുള്ള വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു വീടാവാം, അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്സ് ആവാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു അനുഗ്രഹങ്ങൾ എത്ര മോശം സിറ്റുവേഷനിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും. അതിനെ ഒരു കച്ചിത്തുരുമ്പായിട്ട് കണ്ട് അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ നമ്മൾ ഉയർന്നു വരാൻ ശ്രമിക്കണം. ഏതൊരു വിഷമം അനുഭവിക്കുന്ന ഒരു സമയത്തും നമ്മൾ അത് അനുഭവിച്ച് തീർക്കാനുള്ള ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു കാലഘട്ടം അതിന് വേണ്ടി കൊടുക്കുക. അത് കുറച്ച് മണിക്കൂറുകളാവാം, കുറച്ച് ദിവസങ്ങളാവാം, അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ ആവാം. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം അതോർത്ത് കരയും? കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ.
അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കരഞ്ഞതുകൊണ്ട് ആ മരിച്ചുപോയ വ്യക്തിക്കോ നമുക്കോ യാതൊരുവിധ ഗുണവുമില്ല അല്ലേ? അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങളും. ആ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഫീലിങ്സ് വരും. അതിനെ ഫീൽ ചെയ്യുക, ഫീൽ ഇറ്റ്, അല്ലാതെ അതിനെ സഫക്കേറ്റ് ചെയ്ത് വെക്കുകയോ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യുന്നത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ഇൻസ്റ്റഡ് അത് ഫീൽ ചെയ്യുക, കരയണമെങ്കിൽ കരയുക, ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് മെത്തേഡ് അതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതിനൊരു ടൈം പീരീഡ് കൊടുക്കുക, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ. ആ ഒരു ടൈം പീരീഡിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത വഴി എന്ത് എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.